like the sound of many waters. With the sound of worship coming from the throne. There are cries of adoration as men from every nation lift your voice to make His glory known. Singing, holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Oh, heaven, nature, God, redeemed, worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. കരങ്ങൾ ഉയർത്തിയാലും Endless angels bow, redeemed, worship you now. Holy, holy, holy are you, Lord. Come on. Oh, Can you hear the sound of heaven, like the sound of many waters. worship coming from throne? There are cries of adoration as men from every nation lift our voice to His glory known. Singing, holy, holy, holy
അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ ദുഃഖവും തകർന്നു പോകും ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചാലിക്കുന്ന പ്രാണികൾക്കോ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും ജ്വലിക്കുന്ന തീപ്പന്തം പോൽ കത്തി പാടലും അഭിഷേകത്താൽ ചാലിക്കുന്ന പ്രാണികൾക്കോ ശക്തി ലഭിക്കും ജീവൻ പ്രാപിക്കും ജ്വലിക്കുന്ന തീപ്പന്തം പോൽ കത്തി പാടലും അഭിഷേകത്താൽ ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും പുതുജീവനാൽ കുതിച്ചാർത്തുപാടും ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും പുതുജീവനാൽ കുതിച്ചാർത്തുപാടും അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ദൈവത്തെ സ്തുതിച്ചാലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ അവരുടെ സ്തുതി കേൾക്കുവാനല്ല കർത്താവ് എത്തിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എത്തിയിട്ടുണ്ട് ദൈവസ്ഥാനത്ത് എവിടെയുണ്ട് ഓ താങ്ക് യു ജീസസ് നമ്മുടെ സ്ഥാനത്തോടെ ദൈവസ്ഥാനത്ത് ഇവിടെ വന്നിട്ടുണ്ട് നല്ല വെളിച്ചോടെ ഇങ്ങനെ ഭയങ്കരമായ ദൈവസ്ഥാനത്തെ ശക്തിയുടെ ആവശ്യം രാത്രിയിലെ എല്ലാവരും പറയാറ് ഞങ്ങളുടെ ഹൃദയം ദൈവസ്ഥാനത്ത് സമർപ്പിക്കുന്നു. കർത്താവിനെ കാണുവാൻ നിരാശ വരുവാനിടയായല്ലോ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയാലും നമ്മുടെ ചിന്താപരികളെല്ലാം കർത്താവിന്റെ മുഖത്തോട്ട് നോക്കാം. എല്ലാ ചിന്തകളും കർത്താവിനോട് നോക്കണം. കർത്താവ് മറ്റൊന്നും ചിന്തിക്കരുത്. നമ്മുടെ രോഗത്തെക്കുറിച്ച്, നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച്, നമ്മുടെ കടഭാരത്തെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. ആരാധനയിൽ കടന്നു വരുമ്പോൾ കർത്താവിനെ മാത്രം കാണുക.
വേറൊന്നും നോക്കരുത്. യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയാൽ, യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയാൽ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കർത്താവ് വരുന്ന ദൈവശബ്ദം കേൾക്കുവാനിടയായി. പെട്ടെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു, ഏത് തോട്ടത്തില് ആദാമിന്റെയും ഹവ്വായുടെ ഇരിക്കപ്പെട്ട കർത്താവ് വൈകുന്നേര സമയങ്ങളിൽ കടന്നു വരും, അതുപോലെ കടന്നു വരുന്ന ശബ്ദം എന്നെ കേൾപ്പിക്കുവാൻ. അന്ന് രാത്രിയിൽ ആ ശബ്ദം വീണ്ടും കേൾക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് രാത്രിയിൽ ഞങ്ങളുടെ ഇടയിലോട്ട് കടന്നു വരണമേ, യേശു കടന്നു വരണമേ. ഹല്ലേലൂയ. അപ്പം അത് ഞാൻ പറയുമ്പോൾ അതിനുശേഷം അവസാന മീറ്റിങ്ങിന് അവസാനം അപ്പം സിസ്റ്റർ അലീന സിസ്റ്റർ പറയാനിടയായി. പാസ്റ്റർ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഒരു വലിയ ദർശനം കാണുവാനിടയായി. കർത്താവ് വെള്ള വസ്ത്രധാരിയായിട്ട് ഇവിടെ നിൽക്കുന്ന കാണുവാനിടയായി. ഇന്ന് രാത്രി നമ്മൾ ദർശനങ്ങൾ കാണും. നമ്മൾ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കർത്താവ് ഇവിടെ വരുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ കണ്ണുകൾ അടച്ച് യേശുവിനെ നോക്കി മാത്രം ദൈവസ്ഥാനം നമ്മൾ രുചിച്ചറിയണം. രാത്രി കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വേറൊന്നും കാണാൻ വന്നതല്ല. യേശുവിനെ കാണാൻ വന്നതാണ്, യേശുവിനെ രുചിച്ചറിയാൻ വന്നതാണ്, യേശുവിനെ ഉയർത്തുവാൻ വന്നതാണ്. രാത്രി നമ്മളോ കുറയണം, യേശു യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണം, യേശു വളരണം. രാത്രി നമ്മളെല്ലാം ദിവസങ്ങളെ കുറയാൻ നേരിച്ചു കൊടുക്കണം. സറണ്ടർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധാത്മ ഞങ്ങൾ സറണ്ടർ ചെയ്യുക. ഞങ്ങളുടെ ഹൃദയം ദിവസം സമർപ്പിക്കുക. ഞങ്ങളെ തന്നെ താഴ്ച ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ താഴ്ച ചെയ്യുക. പരിശുദ്ധാത്മ താഴ്ച കൽപ്പിക്കുക. ഹൃദയം ഏൽപ്പിക്കുന്നതാണ്. രാത്രി നിങ്ങൾ വർഷിപ്പിക്കുവാൻ അല്പസമയം പാട്ടുകളൊക്കെ പാടുവതിക്ക് സഹായിച്ചു. വീണ്ടും ദിവസം ഞങ്ങൾ സറണ്ടർ ചെയ്ത് കർത്താവ് സറണ്ടർ ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുമ്പോഴേക്ക് ഭാഷയുള്ളവരൊക്കെ അല്പസമയം എന്റെ ഭാഷ സംസാരിച്ചാലും ഭാഷയില്ലാത്തൊരു സ്തുതിച്ചുകൊണ്ടെന്നാൽ ഈ ഭാഷ തുറന്ന് സ്തുതിച്ചാൽ വലിയ ദിവസത്തെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവിനെ വലിയ ദൈവശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞങ്ങൾ രുചിച്ചറിയുന്ന കർത്താവേ, ഞാൻ അങ്ങനെ രുചിച്ചറിയുന്ന കർത്താവേ, ഞാൻ അങ്ങനെ രുചിച്ചറിയുക, ഞാൻ അങ്ങനെ രുചിച്ചറിയുന്ന കർത്താവേ. In the name of Jesus. ഞങ്ങൾ ഉയർന്ന ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Hallelujah. Heavenly sound, heavenly sound. നമ്മൾ ചിന്തിക്കണം നോക്കി, ഏഞ്ചൽസ് എല്ലാം കർത്താവിനെ ആരാധിക്കുന്ന സൗണ്ടിൽ ഒന്ന് ആലോചിക്കുക. എല്ലാവരും ഒന്നിച്ച് നമ്മുടെ വായ തുറന്ന ഹൃദയമുണ്ട്.
Yes. പരിശുദ്ധാത്മാവിടെ മൂവ് ചെയ്യുക. Holy Spirit മൂവ് ചെയ്യുന്നു. ദൈവാത്മാവിന് വലിയ സാന്നിധ്യം ഇവിടെ കൂട്ടുന്നുണ്ട്. We worship you, Jesus. We worship you, Jesus. I give you glory, honor, praise. We will praise, we will give you honor. You are worthy, Lord. You Lamb of God, Son of living God. Your name is Jesus. Jesus, Master. We surrender you, Master. We worship you, Master. We give you all glory, honor. We praise. We praise you, Master. My Savior. Redeemer. Jesus. Your name is Jesus. Your name is Jesus. Your living God. You are sweet Jesus. You are more than honey. Oh, there is the power in the blood of Jesus. Wash us. God cleanse us today. Wash us today. Oh God, touch. Holy Spirit, touch today. Hallelujah. We need your power. We need your power. Holy Spirit, come up to us. Flow through us. Fill, overflow. Fill and overflow. Hallelujah. Jesus. Jesus. Little more Jesus. 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 Hear the sound of heaven. Sound of many waters. It's the sound of worship coming from the throne. Yes. There are cries of adoration from every nation. Lift their voice to make
an angel's bow. Worship you now. Holy, 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 holy Lord. Sing with me. Holy, 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 holy Lord. Holy, 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 holy Lord. The heavens and angels bow. We worship you now. Holy, 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 holy Lord. Look, can you hear the sound of heaven? It's the sound of many waters. Friends, it's the sound of worship, and it's coming from the throne. There rises adoration, There's and from every nation, lift their voice to praise His glory. There's Holy, 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 holy. Holy, 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 holy Lord. Here is our angel's bow. We worship you now. Holy, 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 holy Lord. ദൈവത്തെ കണ്ടാരാധിക്കുന്നു. Holy, 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 holy Lord. യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു. യശയ്യാവ് കണ്ടു യേശുവിനെ. കർത്താവ് ദൈവത്തെ കാണുവാനിടയായി. Holy, holy, പിതാവാം ദൈവം സിംഹാസനത്തിലിരിക്കുന്ന കണ്ടാരാധിച്ചാലും There's an angel's bow. We worship you now. Holy, 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 holy Lord. Holy, 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 holy Lord. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവിടെ. Holy, 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 holy Lord. ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഷിഫ്റ്റ്. അന്തരീക്ഷത്തിൽ എന്തോ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹോളി, 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 ഇവിടെ അന്തരീക്ഷം എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കും. കളറൊക്കെ ചേഞ്ച് ആവുന്നു. ഹോളി, 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 ഹോളി Lord. Hallelujah. 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 Come on, hallelujah. 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 Oh, എല്ലാ മഹത്വം കർത്താവിന് കൊടുക്കാം.
എല്ലാ പുകഴ്ചയും കർത്താവ് കൊടുത്താൽ, അന്യഭാഷയിൽ സംസാരിച്ചാൽ സ്തുതികളാൽ നിറയട്ടെ. ഓ, നമ്മുടെ മായ സ്തുതികളാൽ നിറയട്ടെ. We worship you, Jesus. We give you glory. We honor you, Jesus. I worship you, Jesus. We praise you. We praise you. Urakamana Shararasi. Ushankal Kimarasi. Oh, we worship you. Jesus. Jesus. Oh, Jesus. 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 Come breathe upon me. Come breathe upon me. ജീസസ്. നമ്മുടെ സാന്നിധ്യമുള്ളവരായ സ്തോത്രം. വലിയൊരു സാന്നിധ്യം വെളിപ്പെടുന്നതിനായ നന്ദി. ഊറാഖാബാദി. എല്ലാവരും ഭാഷ പറഞ്ഞാല്, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നാല്, ആരും നിർത്തി, ആരും കർത്താവിനെ മാത്രം നോക്കുക, വേറെ എങ്ങും നോക്കരുത്. നിങ്ങളുടെ ചിന്തകൾ വേറെ എങ്ങും പോകരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ. പ്രശ്നങ്ങളൊന്നും ചിന്തിക്കരുത്, ആരെ പറ്റി ചിന്തിക്കരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. കർത്താവിനെ മുഖത്തോട്ട് നോക്കിയാൽ അവിടെ അത്ഭുതം നടക്കുന്നത്. ഓ, ആത്മാവിന്റെ ആ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, സറണ്ടർ ചെയ്ത് കൊടുത്താൽ, ഹോളി ഗോഡ്, യു ആർ ഹോളി, യു ആർ ഹോളി, യു ആർ ഹോളി, ജീസസ്, യു ആർ ഹോളി, ഓ ഹോളി. കം ബ്രീത്ത് upon me, come breathe upon me, come breathe upon me. Oh, hallelujah, oh hallelujah. We surrender you, Jesus, we surrender you. We worship you. We worship you. Jesus, I adore you. Jesus, I adore you. എല്ലാവരും യേശുവിനെ വിളിച്ചാലും നമ്മുടെ വായ തുറന്ന് യേശുവേ, ജീസസ്, ജീസസ്. Call Jesus. Call him. Call his name. Oh, hallelujah. എല്ലാ നാമത്തെക്കാളും ഓ മേലായ നാമം യേശുവിന്റെ നാമം വിളിച്ചാലും, യേശുവിന്റെ നാമം വിളിച്ചാലും, ഓ ജീസസ്, ജീസസ്. We are waiting upon you, Lord. അങ്ങയുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സിംഹാസനം വിട്ട് ഇറങ്ങി വന്നാൽ, സ്വർഗം വിട്ട് ഇറങ്ങി വന്നാൽ, പരിശുദ്ധാത്മാവുള്ളതിനായി നന്ദി. പിതാവ് ദൈവം രാത്രി ഞങ്ങളുടെ ഇറങ്ങി വരണമേ. യേശു കർത്താവ് ഇറങ്ങി വരണം. യേശു ഇറങ്ങി വരണം കർത്താവേ. ഈ ദൈവസ്ഥാനത്ത് കൂടിക്കൊണ്ടിരിക്കുക, പരിശുദ്ധാത്മ ശക്തി കൂടിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്ന യേശു നമ്മുടെ നടുവിൽ വരും. മാസ്റ്റർ നമ്മുടെ നടുവിൽ വരും. എല്ലാവരും വിളിച്ചാലും യേശുവെ ഞങ്ങളുടെ നടുവിൽ വരണമേ, യേശുവെ ഞങ്ങളുടെ നടുവിൽ വരണമേ. യേശു വന്നാൽ പിന്നെ മറക്കില്ല. നമ്മൾ കാണുന്നുണ്ട്, കാനായിലെ കല്യാണത്തിൽ യേശു വന്നാൽ മറക്കള, വെള്ളം വീഞ്ഞായി മാറും. അങ്ങനെയാണെന്ന് രാത്രി യേശു വന്നാല് ഭയങ്കര മറക്കളാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയായി. ഹല്ലേലൂയ. രോഗം സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോകുവാനിടയാവും, ബന്ധനങ്ങൾ അഴിയുവാനിടയാവും. യേശു വന്നാൽ സൗഖ്യം, യേശു വന്നാൽ വിടുതല, യേശു വന്നാൽ ഡീമനോടും, യേശു വന്നാൽ ഭൂതങ്ങൾ ഓടും. അവന്റെ നാമം ഭയങ്കര ശക്തമാണ്, അവന്റെ സാന്നിധ്യം ഭയങ്കര ശക്തമാണ്. ഇന്ന് രാത്രി യേശുവേ ഇന്ന് കടന്നു വന്നാൽ, ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നാൽ, ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നാൽ, എല്ലാവരും വിളിച്ചാൽ, എല്ലാവരും വിളിച്ചപേക്ഷിച്ചാൽ, സറണ്ടർ കൊണ്ട് വിളിച്ചപേക്ഷിച്ചാലും, ഹൃദയം ദിവസത്തിൽ തകർന്നുകൊടുത്ത് വിളിച്ചാൽ, ആത്മാർത്ഥമായിട്ട് യേശുവിനെ വിളിച്ചാലും, ആത്മാർത്ഥമായിട്ട് ആര് യേശുവിനെ വിളിച്ചിട്ടുണ്ട് അവർക്കെല്ലാം സൗഖ്യം വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ആര് യേശുവിന്റെ പുറകെ പോയിട്ടുണ്ട് അവർക്കെല്ലാം വിടുതൽ വന്നിട്ടുണ്ട്. ദാവീദ് പുത്ര, ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ തോന്നണമേ. ദാവീദ് പുത്ര, ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ തോന്നണമേ. ദാവീദ് പുത്ര, ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ തോന്നണമേ. യു ആർ കിങ്. ഞങ്ങളുടെ കിങ് ആണ് കർത്താവ്. അങ്ങ് ഞങ്ങളുടെ മാസ്റ്ററാണ്, അങ്ങ് ഞങ്ങളുടെ കിങ് ആണ്, അങ്ങ് രാജാതി രാജാവാണ്, അങ്ങ് രാജാതി രാജാവാണ്. Hallelujah. Holy Spirit, fill my cup. രാത്രിയാണ് നിറച്ചാൽ, fill my cup, fill my cup.
എല്ലാവരും പറഞ്ഞില്ല ബസ്സിൽ നിറയ്ക്കാൻ പറഞ്ഞാൽ നമ്മുടെ കപ്പ് നിറയ്ക്കുവാൻ ബസ്സിൽ നിറയ്ക്കാൻ പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ കർത്താവോട് thirsty of my soul. എല്ലാവരും നിറയ്ക്കാൻ പറഞ്ഞാൽ Head of heaven, fill my cup, fill it up, make me whole. Hallelujah. ഇങ്ങനെ ദൈവസ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ മൂച്ച് ചെയ്തു പാതുകളെല്ലാം മൂച്ച് ചെയ്യുക. Hallelujah. ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഹൃദയമാണ് കർത്താവ് നോക്കുന്നത്. Praise God. നമ്മുടെ വായുടെ വരുന്ന ഹൃദയം തുറന്ന വായിലൂടെ പ്രസ്താവിക്കും. ദൈവത കാണുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്താണ് വരുന്നത് നോക്കണം. ഹൃദയം വേറെ എവിടെയാണെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം പൂർണ്ണമായ ഹൃദയം ദൈവത്തിന് നോക്കാം. അന്യഭാഷയുള്ളവർ അന്യഭാഷ സംസാരിച്ചാൽ Oh, hallelujah. Spirit of living God. Oh, hallelujah. നിരാത്യങ്ങളെ നിറച്ചാലും കർത്താവേ, Your Spirit, Holy Spirit, നിരാത്യങ്ങളെ നിറച്ചാൽ we worship you. We give you glory, honor, praise. All മഹത്വം കർത്താവേ, എല്ലാ പുകഴ്ചയും കർത്താവേ. ഞങ്ങൾ സറണ്ടർ ചെയ്യുന്ന കർത്താവേ, താഴ്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് അധികാരം തരാൻ വന്നിട്ടുണ്ട് കേട്ടോ. പരിശുദ്ധാത്മ എന്ന് പറയുന്ന അധികാരത്തിന്റെ വിഷയപ്പെടുവാൻ പ്രാപ്തമാണ്. നമ്മുടെ ഒരു പോലീസുകാരൻ വന്നാൽ എന്തായിരിക്കും? അതിന് ഒരു അധികാരമുണ്ട് അല്ലേ? അതുപോലെ ഒരു അധികാരം നിരവധി കർത്താവ് ഏൽപ്പിക്കാൻ പോകാം. എത്ര പേരുണ്ട്? ഏൽപ്പിച്ച് വാങ്ങിച്ചാൽ അധികാരം വാങ്ങിച്ചാൽ പരിശുദ്ധാത്മാവത്തിലുള്ള അധികാരം തരുവാ. യെസ്, അനോയിന്റിങ് വ്യാപരിക്കുന്നത് ഇതിൽ ഒഴിക്കൊണ്ടിരിക്കുക. അനോയിന്റിങ് ഓഫ് താങ്ക് യു ജീസസ്, ഐ റിസീവ് ഇറ്റ്. എല്ലാവരും പറ, ഐ റിസീവ് ഇറ്റ്. അധികാരത്തിന്റെ ശുശ്രൂഷ ഞാൻ റിസീവ് ചെയ്യാം. കർത്താവേ, ഞാൻ അധികാരത്തിന്റെ ശുശ്രൂഷ റിസീവ് ചെയ്യാം. ഒരു കോൺസ്റ്റബിളിനാണെങ്കിൽ അധികാരമുണ്ടല്ലേ? ഒരു കോൺസ്റ്റബിളിനാണെങ്കിലും അധികാരം രാത്രി കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഓ കർത്താവേ, ഞാൻ റിസീവ് ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ റിസീവ് ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ റിസീവ് ചെയ്യാം. ഞാൻ സ്വീകരിക്കുന്നു. അധികാരം ഞാൻ സ്വീകരിക്കുന്നു. കർത്താവിൽ തരുന്ന എല്ലാ അധികാരം ഞാൻ സ്വീകരിക്കുന്നു. ഓ അധികാരം ഞാൻ സ്വീകരിക്കുന്നു. The name of Jesus. The name of Jesus. അല്പസമയം ദിവസം ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ആരാധിക്കുന്നുണ്ട്. വാക്യം തന്നു. നമുക്കിവിടെ മെയിനായിട്ട് വർഷിപ്പും അല്പസമയം വചനവും പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, ശുശ്രൂഷകൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ മിറക്കിൾസുകൾ നടക്കുവാനുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ മിനിസ്ട്രി ഫോർ ജീസസ് അല്ലേ? ദൈവത്തിന്റെ മിനിസ്ട്രിയാണ്. നമുക്കൊന്നും, നമ്മളെല്ലാം ഒരു ജസ്റ്റ് ഒരു ആയുധങ്ങൾ മാത്രമാണ്. ആക്ച്വലി കർത്താവ് എന്ന മിനിസ്ട്രി എന്നത് നമ്മളെല്ലാം മിനിസ്ട്രി ചെയ്യേണ്ടത്. ആരാ മിനിസ്ട്രി ചെയ്യേണ്ടത്? യേശുവാണ് മിനിസ്ട്രി ചെയ്യേണ്ടത്. യേശുവിന്റെ മിനിസ്ട്രി. ഈ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാം? ഏറ്റവും കൂടുതൽ മിനിസ്ട്രി ടു ജീസസ്. അല്ലെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാവർക്കും വലിയ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമാണ്. പക്ഷെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് മിനിസ്ട്രി ടു ജീസസ്. എന്താ നമ്മൾ എത്രമാത്രം കർത്താവുമായിട്ട് പേഴ്സണലായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ ബന്ധത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ കർത്താവുമായിട്ട് നമ്മളൊരു എന്താണ് ഇൻറ്റിമസി, അത് ദൈവം നമ്മളെക്കുറിച്ച് ഏറ്റവും കുറച്ച് ആഗ്രഹിക്കുന്നു. മിനിസ്ട്രിയേക്കാളും വലുതാണ്. അപ്പം നമ്മൾ ഏറ്റവും കുറച്ച് ആഗ്രഹിക്കേണ്ടത് എന്താണ്? എൻ്റെ കർത്താവുമായിട്ട് ഇൻറ്റിമസി എപ്പോഴും കൂടെ നടക്കും. ഹല്ലേലൂയ. കടന്നു വന്നവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു വാക്യം പറഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് അവസാനം എഴുന്നേറ്റ് വീണ്ടും വർഷിപ്പ് ചെയ്തിട്ട് ദൈവാത്മാവ് നയിക്കുന്നതനുസരിച്ച് ദൈവം സ്മരിക്കാട്ട് ഏൽപ്പിച്ചു കൊടുക്കാം.
Praise God. എത്ര ടൈപ്പ് അല്ലെങ്കിൽ എത്ര കൈൻഡ്സ് ഓഫ് ടങ്സ് ഇൻ ദ ബൈബിൾ? Do you know there are 3 kinds of tongues in the Bible? You know that, right? എത്രയുണ്ട്? എല്ലാവരും പറഞ്ഞാലേ 3 kinds of tongues in the Bible. Karen, എത്ര ടൈപ്പ് ഉണ്ട് ബൈബിളിൽ? 3 ടൈപ്പ്. Okay, so I want to begin my talk about tongues. നമ്മളെല്ലാവരും ടങ്സ് പറയുന്നവരല്ലേ, പക്ഷെ അർത്ഥം അറിയാതെ ടങ്സ് പറയുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് രാത്രി ടങ്സിനെ കുറിച്ചൊന്ന് ഒരറിവിന് വേണ്ടി ചിന്തിച്ചിട്ട് നമ്മൾ ടങ്സ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. അതിൻ്റെ തിരുവിടുതൽ നടക്കും. നടക്കാൻ പോവാം. ഹല്ലേലൂയ. ലാസ്റ്റ് വീക്കിൽ ഭയങ്കര രസമായിരുന്നു. ഞാനിങ്ങനെ യേശു വരുന്ന ശബ്ദം കേട്ടു, നടന്നു വരുന്ന ശബ്ദം. പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഏതും തോട്ടത്തിലൂടെ യേശു വന്ന അല്ലെങ്കിൽ ദൈവം വന്ന് ആദാമിൻ്റെ ഹവ്വയുടെ അരികെ വന്നു. ആ ഒരു വചനം വന്നു പെട്ടെന്ന്. ഞാൻ വിളിച്ചു പറയാനിടയായി. അവസാനം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് റീന സിസ്റ്റർ പറഞ്ഞു, ഞാനൊരു ദർശനം കാണുവാനിടയായി. ഈ മിഡിൽ ഈസ്റ്റ് വസ്ത്രം ഇട്ടല്ലേ, മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ ഇടുന്ന വസ്ത്രമിട്ട് യേശുവിൻ്റെ തേജസ്സിൽ യേശുവിടെ നിൽക്കുന്നതാണ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വചനം പറഞ്ഞു, ദൈവശബ്ദം കേട്ടു, സിസ്റ്റർ വെളിപ്പാട് കാണുവാനിടയായി, അല്ലെങ്കിൽ ദർശനം കാണുവാനിടയായി. അപ്പം നമ്മുടെ ഇടയിൽ യേശു ഉണ്ട്. ഹല്ലേലൂയ. അപ്പം ഇന്നിവിടെ ഇരിക്കുമ്പോൾ വെറുതെ ആരാധിച്ചിട്ട് പോകരുത്, ഒരു വിടുതൽ കാണുവാൻ വേണ്ടി വരരുത്. യേശുവിനെ കാണും. യേശുവാണ് വിടുതൽ തരുന്നത്, അല്ലേ? അപ്പൊ ദൈവ സാന്നിധ്യം രുചിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുക. ചിലരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതിന്റെ അകത്തൊന്നും ചിലരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി പോകും? അപ്പോൾ നിൽക്കട്ടെ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്? ഓക്കെ, ഐ വാണ്ട് ടു ബിഗിൻ ബൈ ടോക്ക് അബൌട്ട് ടങ്സ്. ടങ്സിനെ കുറിച്ചാണ് രാത്രി അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് 3 kinds of tongues. എത്ര ടങ്സ് ഉണ്ട്? ബൈബിൾ പറയുന്ന 3 ടൈപ്പ് ടങ്സ് ഉണ്ട്. ഒന്നെന്തുവാണ്? ഡു യു നോ there are 3 kinds of tongues in the Bible? So we know that. So first one one is mentioned in Acts chapter 2, അല്ലേ? അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. which is assigned to the unbelievers. അൺബിലീവേഴ്സിന് വേണ്ടിയായിരുന്നു അത്. അല്ലെങ്കിൽ ജോയലിന്റെ പ്രവചനം നിവർത്തീകരിക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്തതാണ്. അവിടെ ഏകദേശം 15 ഭാഷകൾ അവർ സംസാരിക്കുവാനിടയായി. കർത്താവിൻ്റെ അമ്മയും ശിഷ്യന്മാരും ഏകദേശം 120 പേര് കൂടിയിരിക്കുമ്പോൾ അല്ലെ, പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്നു, അഗ്നിനാവ് പോലെ ഇറങ്ങി വന്നു, ഓരോരുത്തരും വിൽപ്പതിക്കുവാനിടയായി. അവർ അന്യഭാഷകൾ സംസാരിക്കുവാനിടയായി. ഏകദേശം 15 ലാംഗ്വേജുകൾ അല്ലേ, 15 ലാംഗ്വേജുകൾ സംസാരിക്കുവാനിടയായി. സോ അതൊരു സൈൻ ആർക്ക് വേണ്ടിയായിരുന്നു? ജാതികൾക്ക് വേണ്ടിയായിരുന്നു. So unbelievers. So because they spoke in time on the day of Pentecost and people understood, right? So രണ്ടാമത്തെ ടങ്സ് പറയുന്നത് എവിടെയാണ്? It's a mystery. So number 2, the second tongue is a mystery, is unto God that no one understands. അതാണ് that is Corinthians chapter 14 verses 1 saying, and എന്താ പറയുന്നത്? അത് വേറെ ആർക്കും മനസ്സിലാകത്തില്ല. ഉള്ളി ദൈവത്തോട് മാത്രം സംസാരിക്കുന്നു. അന്യഭാഷ, മറ്റേത് അന്യഭാഷകളാണ്, ഇത് അന്യഭാഷ. ദൈവത്തോട് മാത്രം സംസാരിക്കുന്നത്, വേറെ ആർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലായത്? മൂന്നാമത്തെ എന്താണ്? 1 Corinthians chapter 14:1, and the third one is equal to prophecy.
അത് 14:5 എഴുതിയിരിക്കുന്നത്. അതായത് പ്രൊഫസി പോലെ തന്നെയുള്ള ടങ്സ് വായിച്ചിട്ടില്ല അത്. അതായത് അന്യഭാഷകൾ പറയുമ്പോൾ എന്ത് ചെയ്യും? അത് പ്രൊഫസിയായി മാറും, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അത് മൂന്നാമത്തെ ടങ് അതാണ്. സോ വെൻ സമ്മൺ ഇന്റർപ്രറ്റ് ദ ടങ് then is equal ഓർത്തോണം ടു ദി പ്രൊഫറ്റിക്. മനസ്സിലായോ? ആ അന്യഭാഷ പറയുമ്പോഴത്തേക്ക് ഈക്വലാണ്. അതായത് പ്രൊഫസി പറയുന്ന പോലെ പ്രൊഫറ്റിക് മിനിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് അന്യഭാഷ. 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ നമുക്കറിയാം ഈ പ്രൊഫറ്റിക് എന്ന് പറഞ്ഞാൽ എഡിഫൈ, നമ്മളെ എഡിഫൈ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രബോധിപ്പിക്കുക, നമുക്ക് കംഫോർട്ട് തരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ടങ്സ് വരുമ്പോൾ, ഈ മൂന്നാമത്തെ ടങ്സ് വരുമ്പോൾ നമ്മളെ കംഫോർട്ട് ചെയ്യും, നമ്മളെ എഡിഫൈ ചെയ്യും, നമ്മളെ പ്രബോധിപ്പിക്കും അല്ലേ. പണ്ടുള്ള ദൈവദാസന്മാർ പറഞ്ഞു കേട്ടോ, നിന്നെ കൊല്ലും തട്ടും, ഇപ്പം നിന്നെ ദൈവം വന്ന് ദൈവം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ആദ്യം വിശ്വാസം വരുമ്പോഴേ കേട്ടിട്ടുണ്ട് അല്ലേ. പ്രവചനം പറഞ്ഞിട്ട് പറയും നിന്നെ ഇപ്പം തട്ടിക്കളയും, നിന്നെ ഇപ്പം കൊന്നു കളയും, ദൈവാത്മാവിനെ എന്നാ ഇടിക്കും എന്നൊക്കെ. അങ്ങനൊന്നുമില്ല. ആക്ച്വലി പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മളെ അല്ലേ, നമ്മളെ കംഫോർട്ടാണ്, നമ്മളെ എഡിഫൈ ചെയ്യുകയാണ്. താങ്ക് യു ജീസസ്. So there are 3 types of tongues, so not just one. So when say we speak tongues, it is 3 kinds. നമ്മൾ പറഞ്ഞല്ലോ. So നമ്മളെന്ത് പറഞ്ഞ ആക്സ് 2 ഒരു കൈൻഡ് ഉണ്ട്. രണ്ടാമത് എന്താണ്? അത് ലാംഗ്വേജസ് ആണ് അല്ലേ. നമ്മൾ പറയുന്ന ലാംഗ്വേജസ് ആണ്. ആക്സ് 2 കണ്ടെന്ന ലാംഗ്വേജസ് ആണ്. നോ ഇൻ ഹ്യൂമൻ ലാംഗ്വേജസ് ആയിരുന്നു, ഹ്യൂമൻ ലാംഗ്വേജസ്. അതുകൊണ്ടാണ് പോൾ പറഞ്ഞത് ഇത് അൺബിലീവേഴ്സിനുള്ളതാണ്. അൺബിലീവേഴ്സ് അല്ലേ. ദിസ് ഇസ് പോൾ മെൻഷൻ ബൈ സൈൻ ദ അൺബിലീവേഴ്സ്. സോ ദെൻ യു ഗെറ്റ് ദ സെക്കൻഡ് ടങ്സ് ഇസ് കൊരിന്ത്യർ ചാപ്റ്റർ 14:1. എന്താണത്? മിസ്റ്ററി. മിസ്റ്ററീസ് ടു സെലെ, ദൈവത്തോടുള്ള ദൈവമായിട്ട് സംസാരിക്കുന്ന. സോ നോ മാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടങ്. So they speak mysteries to God. Well, there could be same tongue as the tongue that the devil can't understand. എന്താണ്? ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിശാചിന് അത് മനസ്സിലാകത്തില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ടങ്സ് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ പല ഭാഷകളാണ്. അതാർക്ക് മനസ്സിലാവും? ഡെവിളിന് ഡീമൻസ് മനസ്സിലാവും. കാരണം അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു അന്യഭാഷ പറഞ്ഞു. ആ അന്യഭാഷ വേറെ ഏതെങ്കിലും രാജ്യത്തിലെ ഒരു ഭാഷയാണെങ്കിൽ ആ ഭാഷ ആർക്ക് മനസ്സിലാവും? പിശാചിന് മനസ്സിലാവും. പക്ഷേ പെട്ടെന്ന് പിശാചിന് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഡീമന് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മുടെ കൂടെ ആരുണ്ടാവും? ഏഞ്ചൽസ് ഉണ്ട് അല്ലേ, ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ഈ ദൈവ സാന്നിധ്യം നമുക്കുള്ളത് കൊണ്ടാണ് ഡീമൻസ് അടുത്ത് വരാത്തത്. ദൈവ സാന്നിധ്യം നമുക്കില്ലെങ്കിൽ ആര് വരും? അതുകൊണ്ടാണ് നിങ്ങൾ അശുദ്ധ സ്വപ്നങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നത്. ആരാ? ദൈവ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും ദൈവ സാന്നിധ്യത്തിലാണ് നിൽക്കേണ്ടത്. അതാണ് സങ്കീർത്തനം പറയുന്നത്. എന്താണ്? ചിറയിൻ കീഴിൽ അല്ലേ, അല്ലെങ്കിൽ അവൻ്റെ ഷാഡോയുടെ അണ്ടറിൽ. എന്താ ഷാഡോ എന്ന് പറഞ്ഞാൽ? ദൈവ സാന്നിധ്യം. കേട്ടിട്ടില്ലേ? വായിച്ചിട്ടില്ല നിങ്ങൾ? 91-ാം സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നത്? മറവി. അതെന്താണ്? ദൈവ സാന്നിധ്യം. നിഴൽ കീഴിൽ എന്തുവാണ്? ദൈവ സാന്നിധ്യം. അപ്പൊ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആര് വരത്തില്ല? പിശാച് പോട്ടെ, ഡീമൻസ് വരത്തില്ല. പിശാച് ഒറ്റയോർണമല്ലോ. ഡീമൻസ് ആരും വരത്തില്ല, പ്രിൻസിപ്പാലിറ്റീസ് ആരും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുന്നതും നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നതും പേടിപ്പിക്കുന്നതൊക്കെ ആരാ? ഡീമൻസ് ഒന്നും അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ്? ദൈവസാന്നിധ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും 24 hours എന്തുണ്ടാവണം? സാന്നിധ്യം ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ മലയാളികളാണ്. അപ്പോൾ ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ മലയാളം അറിയാവുന്ന ഡീമൻസ് വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആര് വരും? സിസ്റ്റർ ആണെങ്കിൽ തമിഴാണോ അല്ലേ? തമിഴല്ലേ? തമിഴ് ബാക്ക്ഗ്രൗണ്ട് ആണോ? അല്ല, തമിഴ് എന്തോ പറ ഹസ്ബൻഡ്. ഓക്കെ. അപ്പോൾ അവിടെ ആരോടെ കാണും?
തമിഴ് അറിയാവുന്ന ഡീമണുകൾ കാണും, കാരണം പുള്ളി തമിഴനായതുകൊണ്ട്. ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദി അറിയാവുന്ന ഡീമനോട് വരും അല്ലേ. അറബി ആണെങ്കിൽ അറബി അറിയാവുന്ന ഒരു ഡീമനോട് വരും. അപ്പൊ ഇൻ കേസ് ഞാനൊരു ജർമ്മൻ അന്യഭാഷ പറഞ്ഞാൽ ഈ ഡീമൻസ് ഒന്നും മനസ്സിലാക്കില്ല. കാരണം നിൽക്കുന്ന ആരൊക്കെയാണ്? ജർമ്മനുണ്ട്, അല്ലെങ്കിൽ മലയാളിയുണ്ട്, തമിഴുണ്ട്, എല്ലാ ഡീമൻസും ഉണ്ട്. ഞാനൊരു അന്യഭാഷ പറഞ്ഞു, ജർമ്മൻ ഭാഷ പറഞ്ഞതിരിക്കട്ടെ, അല്ലെ ഫ്രഞ്ച് ഞാൻ പറഞ്ഞു, ഇവർക്കൊന്നും പിടി കിട്ടത്തില്ല. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇവര് പറയും നമുക്ക് നമ്മുടെ ലീഡറെ ഇത് അറിയിക്കാം. അതാണ് പ്രിൻസിപ്പാലിറ്റിയിലെ പുള്ളിക്ക് ലീഡർ ഉണ്ടാവില്ല. അവരറിയിക്കും ഈ ഭാഷ ഒരു പുതിയ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് അറിയാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയ ആളെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ ഇവിടെ പറയും. അങ്ങനെ ജർമ്മൻ ഡീമൻ വരും, മനസ്സിലായോ? പുള്ളി ജർമ്മൻ ഡീമനെ അയക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ അത് ഹ്യൂമൻസ് അല്ലേ, ഞാൻ പറഞ്ഞല്ലോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ, അന്യഭാഷകൾ എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻസ് ലാംഗ്വേജ് ആണ്. ഹ്യൂമൻസ് ലാംഗ്വേജ് അത് ഡീമന് മനസ്സിലാവും. പെട്ടെന്ന് പിടി കിട്ടത്തില്ലെങ്കിൽ ഡീമന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഭാഷയെ സംസാരിക്കേണ്ടത് കൂടുതൽ? ഡയറക്റ്റ് കർത്താവിനോടൊരു ഭാഷ അല്ലേ, അതേതാ ഏറ്റവും നല്ലത്? അത് മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന ആ അന്യഭാഷ പറയുമ്പോൾ ആർക്ക് മനസ്സിലാകത്തില്ല? ഒരു ഡീമൻ മനസ്സിലാകത്തില്ല. കാരണം അത് മനുഷ്യന്റെ ഭാഷയല്ല, അത് ഹെവൻലി ലാംഗ്വേജ്. അത് ഏഞ്ചൽസിന്റെ ഭാഷയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇത് രണ്ടും വ്യത്യാസം നമുക്ക് മനസ്സിലായി. അപ്പോൾ താങ്ക്സ് ദാറ്റ് ഡെവിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമ്മളെല്ലാവരും പറഞ്ഞ ടങ്സ് പിശാചിന് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഏത് ടങ്സാണ് മനസ്സിലാകാത്തത്? ആദ്യത്തെ ടങ് അല്ല ഞാൻ പറഞ്ഞത്. മർമ്മം പറയുവാണെങ്കിൽ ദൈവമായിട്ട് സംസാരിച്ചാൽ അവനത് മനസ്സിലാവും. അന്യഭാഷകൾ പറഞ്ഞാൽ അവന് മനസ്സിലാവും. ഹല്ലേലൂയ. സോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് Acts 2 we can understand because it is language in human language. അതുകൊണ്ട് പിശാചിന് മനസ്സിലാവും. Thanks number 3 ഞാൻ പറഞ്ഞില്ല എന്താണ്? It is a thanks that is spoken but it must be interpreted. And that is equal to prophecy. അത് ഇന്റർപ്രറ്റ് ചെയ്തെങ്കിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ ടങ്സ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രൊഫസി പോലെ തന്നെ ഒരു ടങ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടങ്സ് പറയുമ്പോൾ എൻ്റെ ഇന്റർപ്രിട്ടേഷനോട് വരണം. അതിൻ്റെ ഇന്റർപ്രിട്ടേഷനോട് വരണം അല്ലേ, എങ്കിലേ അതിന് ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ഗുണമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്ത് പ്രാപിക്കണം? വ്യാഖ്യാനം വരെ പ്രാപിക്കണം. ഞാനിപ്പോൾ വന്നിട്ട് ഞാനൊരു അന്യഭാഷ പാടാം. പക്ഷെ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കുകയാണെങ്കിലോ യഥാർത്ഥം ഉണ്ടാവല്ലേ? ഉപ്പ് കാരമില്ലാതെ ഉപ്പിന് കാരമില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഉപ്പിന് കാരമില്ലാതെ പോയിക്കഴിഞ്ഞാല് എന്താ പ്രയോജനം? സോ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പഠിക്കണം, നല്ല കാര്യമുള്ളൂ. when you talk അന്യഭാഷ പറയുമ്പോൾ ആ ഇന്റർപ്രിട്ടേഷനോട് കർത്താവിനോട് ചോദിക്കണം. ഞാൻ പറഞ്ഞ അന്യഭാഷ അല്ലെ നമ്മൾ പൊട്ടന്മാർ പറഞ്ഞില്ലേ അല്ലെ സിസ്റ്ററെ, അതിനങ്ങ് പോവും. ഒരു വൃതം കണ്ടത് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാവരും മലയാള സഭ കണ്ടിട്ടില്ലേ, ഒരു പാട്ട് അങ്ങോട്ട് കഴിഞ്ഞ് പടക്കം പൊട്ടുന്ന ഒരു അന്യഭാഷ പറയും. അവസാനം ചോദിക്കും ഇങ്ങനെ ഉണ്ടാകും, ഭയങ്കര ആരാധനയായിരുന്നു പറഞ്ഞത്, ഭയങ്കര ആരാധനയായിരുന്നു. ഇതിനെന്താ സംഭവിച്ചത്? എല്ലാം പൊടി കിട്ടിയോ? ഒന്നും പൊടി കിട്ടിയില്ല. എല്ലാം പൊടി കിട്ടിയോ? ഇപ്പൊ ഇല്ല, അതുമില്ല. ഇപ്പൊ അന്യഭാഷ ഇല്ലാത്ത സഭകളാണ് മൊത്തം. അന്യഭാഷ പോയി. അപ്പം ലാംഗ്വേജസ് ഉണ്ടല്ലേ, മർമ്മങ്ങളുണ്ട്. മർമ്മം ആർക്കും പിടി കിട്ടത്തില്ല, നമുക്ക് പോലും പിടി കിട്ടത്തില്ല. അത് ദൈവമായിട്ടുള്ള ബന്ധത്തില്ല, ആർക്കും പിടി കിട്ടത്തില്ല. പക്ഷെ അന്യഭാഷകളുടെ വ്യാഖ്യാനം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രാത്രി നമ്മൾ ചോദിക്കണം ദൈവത്തോട്, എന്ത് ചെയ്യണം?
അന്യഭാഷ വ്യാഖ്യാനിച്ചു. അരിക്കും ഹസ്തി ഹലാഹുൽഷു പറാസ്ത Jesus, 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 thank you, Holy Spirit. ഈ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, ഡെക്കറേഷൻസ്. ആ ഡെക്കറേഷൻസ് വന്നെങ്കിൽ അതിനൊരു ഭംഗിയുണ്ട്. മനസ്സിലായി? അപ്പൊ ജീവിതത്തിൽ എന്ത് വേണം? കൃപാവരങ്ങൾ പ്രാപിക്കണം, ദൈവത്തിന്റെ താരതകൾ പ്രാപിക്കണം. എന്നാലുള്ള നമ്മുടെ ക്രിസ്ത്യ ജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നമ്മൾ വചനം മാത്രം പലർത്തുന്ന എന്ത് ചെയ്യും? അത് ട്രൈ ചെയ്യും. നമുക്ക് സൂര്യ എപ്പോഴും അത്ഭുതം തന്നെയാണെങ്കിലോ അതൊരു എപ്പോഴും ഗ്ലോയോ അല്ലേ, ഒരു സൂര്യ. വചനവും വേണം, അത്ഭുതവും വേണം അല്ലേ, ഭയങ്കര രസമായിരിക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയം അഭിഷേകം വേണം, ദൈവസാന്നിധ്യം വേണം, വചനവും വേണം, അത്ഭുതവും വേണം, എല്ലാം വേണ്ടേ നമുക്ക്. ഇപ്പോൾ അതിനകത്ത് കാര്യം ഞാനിങ്ങനെ ചില സമയത്ത് ബൈബിൾ എടുത്ത് തല വെച്ചിട്ട് പറയും, യേശു ചെയ്ത എല്ലാ അത്ഭുതവും എനിക്ക് ചെയ്യണം, യേശു ചെയ്ത എല്ലാ അത്ഭുതവും എനിക്ക് ചെയ്യണം. അങ്ങനെ തലയിലുണ്ടെന്നും ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, ചെയ്യും. രാത്രി എന്ത് പ്രാപിക്കണം? അന്യഭാഷയുടെ വ്യാഖ്യാനം പ്രാപിക്കണം. അപ്പോൾ ഇത് നമ്മുടെ അവസാനം നമ്മൾ ഈ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പ്രാപിക്കാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ അവസാനം നമ്മൾ എഴുന്നേറ്റ് എന്നിട്ട് ആരാധിക്കാൻ പോകും. ആരാധിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പ്രാപിക്കണം. എന്നിട്ട് നിങ്ങൾ നല്ല ഭാഷ പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പോകും. ഓരോരുത്തരോട് വ്യാഖ്യാനിക്കണം എന്ന് പറയണം. ഇങ്ങനെ കർത്താവ് ഇന്ന അന്യഭാഷ പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം എനിക്ക് കർത്താവിൽ നിന്ന് തന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 3 ടങ്സ് ഉണ്ട്. ഒന്നെന്താണ്? മനുഷ്യന്റെ ലാംഗ്വേജ് ആണ്. 2 ദൈവത്തിന്റെ മർമ്മ അല്ലെങ്കിൽ സ്വർഗീയ ലാംഗ്വേജ്. 3 എന്താണ്? അന്യഭാഷകൾ പറയും, അത് വ്യാഖ്യാനിക്കാൻ പറ്റും അല്ലേ, വ്യാഖ്യാനിക്കാൻ പറ്റും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. Holy Spirit, we love you. I surrender, Holy Spirit. I surrender you. Oh, and you have to third kind of tongues, which is really for the interpreter, because it is say verses 5. Okay, go to the chapter 45 on the count. So when you pray in tongues, increase your anointing. കേട്ടോ, അനോയിന്റിങ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടങ്സിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ ടങ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനോയിന്റിങ് വർദ്ധിക്കും. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ല, നിങ്ങൾ പറയത്തില്ല, നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കാൻ, ടങ്സിൽ പ്രാർത്ഥിക്കണം, ടങ്സ് പറയാൻ എന്തുകൊണ്ടാണ്? അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ തന്നെയല്ല, സകലുള്ള അഭിഷേകം വർദ്ധിക്കുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഈ ക്ലീമീസ് എന്ന് പറഞ്ഞ തിരുമേനി അറിയാമോ? പുള്ളി ഇങ്ങനെ കാനായ സഭയിലെ ആദ്യത്തെ തിരുമേനി അല്ല, ഈ ഇപ്പം കാര്യം ചെയ്ത തിരുമേനിയാണ്. ഇപ്പം വേറെ ആളാണ്. സേവറിയോസ് എൻ്റെ ഫ്രണ്ടാണ് ഉള്ള തിരുമേനി. അദ്ദേഹം അച്ഛനായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ആ തിരുമേനി ഇപ്പം ക്ലീമീസ് തിരുമേനി ഉള്ള സമയത്ത് ചിങ്ങവനം ദേറാപ്പള്ളിയുടെ ഹാളിൽ എന്തോ ഒരു കരിസ്മാറ്റിക് മീറ്റിംഗ് നടക്കുമോ, എന്തോ വല്ലാതെ കൂട്ടായ്മ, ഇങ്ങനെ സ്ത്രീകളെല്ലാം കൂടി ആരാധന ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ, കണ്ടിട്ടില്ല, ആരും എന്നോട് പറഞ്ഞ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഭയങ്കര കൈയൊട്ടിച്ച് ആരാധിക്കുമായിരുന്നു. അപ്പോൾ ഈ തിരുമേനി ഒരു ദിവസം വന്നിട്ട് ഇവരെ ശാസിച്ചു, ഇറങ്ങി വന്നിട്ട്, നിങ്ങൾ കരവടിക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ഉച്ചവെച്ച് പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ ഇത്രയും സ്തുതിക്കണ്ട. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് ആത്മാവ് ഇറങ്ങി വരുമോ? മനസ്സിലായോ? ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സംഭവം മാറുമെന്ന്. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാല് അവരൊക്കെ അന്യഭാഷ പറയാൻ തുടങ്ങും അല്ലേ. സഭ കൂട്ടണ്ടായിട്ട് വരും, കാരണം അന്യഭാഷ കുറെ അവർ പ്രവചിക്കും. ഇവൻ വേണമെങ്കിൽ തിരുമേനിയോട് പോയി പ്രവചിക്കും അവര്. അവിടെ പുള്ളിക്ക് എവിടെ കിട്ടി? പുള്ളി പറഞ്ഞ് പരിപാടി ഉൾപ്പെട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അന്നുകൊണ്ട് കെടുത്തിയെന്നാ പറയുന്നത്. ഹല്ലേലൂയ, അന്നുകൊണ്ട് കെടുത്തിയത്. അപ്പൊ ഞാൻ പറയാൻ കാരണം, അന്യഭാഷ പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആത്മശക്തി വർദ്ധിക്കും. ആത്മശക്തി വർദ്ധിക്കുമെന്ന് സംഭവിക്കും.
കൃപാവരങ്ങൾ ജ്വലിക്കും, അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കും. നമ്മുടെ കെട്ടുകൾ നമ്മളെ തന്നെ അഴിക്കുമോ? ഡീമൻസ് ഓടും. കാരണം ഡീമൻസിന് മനസ്സിലാകത്തില്ല ഈ ഭാഷ അല്ലേ, അവൻ ഓടിക്കൊണ്ടിരിക്കും, അവന് പിടികിട്ടത്തില്ല, അവനെ കൺഫ്യൂഷൻ ആക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അന്യഭാഷ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവന് കൺഫ്യൂഷനാണ്. ഈ പുള്ളി പിന്നെ അടുത്ത ആളെ വിളിച്ചോണ്ട് വരണേ, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരണ്ടേ. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് സ്ഥലം വിടും അല്ലേ. പുള്ളിക്ക് ആ കൺഫ്യൂഷനാണ്. നിങ്ങൾ എന്ന് മലയാളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇവനെ അറിയാം, ഓ ഇതാണ് ഇവന്റെ പരിപാടി. നിങ്ങൾ എന്നും മലയാളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതനുസരിച്ച് അവൻ എന്ത് ചെയ്യും? അവന്റെ ഫോഴ്സിനെ അയച്ചുകൊണ്ടിരിക്കും, അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, അതിനെ തകർക്കാൻ വേണ്ടി. അവന്റെ പണി അതാണല്ലോ. അവന്റെ പണി എങ്ങനെയാ? നമുക്ക് നല്ലതുണ്ടാവരുത്, നമ്മൾ വിടുതൽ പ്രാപിക്കരുത്, അതാണല്ലോ അവന്റെ പരിപാടി. ദൈവം തന്ന വാക്തത്വങ്ങളൊന്നും നമുക്ക് ലഭിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ചു നോക്കിയോ. പൗലോസ് പറഞ്ഞ എന്തുവാ? ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും അല്ലെ, 5 വാക്യങ്ങൾ പ്രാർത്ഥിക്കും, 5. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? അന്യഭാഷ. നിങ്ങളെക്കാൾ എന്നിട്ട് പറയാം, ഓരോ നിങ്ങളെക്കാൾ കൂടുതലാണ് ഞാൻ അന്യഭാഷകളാണ് പ്രാർത്ഥിക്കുന്നത്, ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെ. അപ്പൊ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈലിൽ ഒന്ന് മാറ്റണം. മനസ്സിലായോ? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കൊണ്ടുവരണം. എന്നിട്ട് അന്യഭാഷ പറയണം. പക്ഷെ അത് കാണാൻ പറ്റുമോ? ഇല്ല. ഹൃദയത്തില് നമ്മുടെ പ്രാർത്ഥനാ വിഷയം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? അന്യഭാഷ പറയണം. അപ്പൊ ആര് കണ്ടു? ഹൃദയം ആര് കാണുന്നു? കർത്താവ് കാണുന്നു. അന്യഭാഷ പറയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് അത് നമ്മളെ സഹായിക്കും അല്ലേ. മറുപടി വേഗത്തിൽ വരുവാനിടയാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓഫീസിൽ ജോലി കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്ന് എനിക്ക് പൗർഷനിൽ ടി വി മിനിസ്റ്റർ. അപ്പൊ അത് കണ്ടിട്ട് ഒരു സഹോദരി സൗദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബ്രദറെ എനിക്കിന്ന് പ്രാർത്ഥിക്കാം, എൻ്റെ ഫാദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്നാ പറ്റി? ഞാൻ ഓഫീസിൽ എൻ്റെ ഫാദർ ഇപ്പോൾ ആംബുലൻസ് ആയിരുന്നു, ECG ലെവല് ഫ്ലാറ്റായി. അതിനകത്ത് ഒന്ന് തീർന്നല്ലേ, ഫ്ലാറ്റായി, ഹാർട്ട് സ്റ്റോപ്പായി. എനിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ സിസ്റ്റർ കാര്യം കട്ടിയിട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓഫീസിൽ വെളിയിൽ ഇറങ്ങി, മൊബൈൽ കയ്യിലുണ്ട്, ഇറങ്ങി ഇതുപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ നടന്ന് പുറകെ നടന്ന് ബിൽഡിങ്ങിന് പുറകെ വന്നു. ബിൽഡിങ് പറയുന്നത് എങ്ങനെ പറഞ്ഞു? അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ ഈ വിഷയം നമുക്കറിയാമല്ലോ, കർത്താനും അറിയാം വിഷയം ഇതാണ്. ആ വിഷയം വെച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ സൗകര്യം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒന്ന് രണ്ടോടൊന്ന് വിളിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ആ അന്യഭാഷ പറഞ്ഞത് പുള്ളിക്കാരത്തിൽ പറഞ്ഞില്ല, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ നാട്ടിൽ വിളിച്ചിട്ട് തിരിച്ച് 2 പേരെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ലെവലായ സാധനം കൊണ്ട് എന്താ ECG അത് അപ്പായിരുന്നു. എപ്പോഴാന്ന് ചോദിച്ചു. 2 മിനിറ്റ് വിളിച്ചു. അപ്പൊ നമ്മൾ അന്യഭാഷ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചേഞ്ചസ് ആയി. മനസ്സിലായോ? അവിടെ ജീവൻ തിരിച്ചു വന്നു. അല്ലെങ്കിൽ ആ ഫ്ലാറ്റ് ആയി കിടക്കുന്ന ഹാർട്ട് അല്ലേ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ബീറ്റ് തിരിച്ചു വന്നു. ഓക്കെ, അന്യഭാഷയ്ക്ക് ഭയങ്കര ശക്തിയാണ്. സഭയില് അന്യഭാഷ പറയാത്തതിന്റെ കാര്യം അതാ. പിശാചിന് മനസ്സിലായി യുവമാരെല്ലാം കൂടെ അന്യഭാഷ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സഭയ്ക്ക് രൂപാന്തരപ്പെടുമെന്ന്. ഒന്ന് ആൾക്ക് രൂപാന്തരം, നമുക്ക് രൂപാന്തരം ഉണ്ടാവും. ഒന്ന് നമുക്ക് രൂപാന്തരം ഉണ്ടാവും. 2 എന്തോ സഭയ്ക്ക് വിടുതലാവും. 3 ദേശത്തിന് വിടുതലാവും അല്ലേ. ഇത് ഫയറാണ്. മനുഷ്യർ ചാടി എഴുന്നേൽക്കുന്നു അന്യഭാഷ പറഞ്ഞാൽ, രോഗികൾ ഓടി നടക്കുന്നു. ഹല്ലേലൂയ. വിടുതലില്ലാത്ത കേസുകൾക്ക് വിടുതലാവുന്നു. അവിടെ ഇന്ന് നിങ്ങൾ രാത്രി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? വീടുകളിൽ അന്യഭാഷ പറഞ്ഞാണോ എപ്പോഴും നിങ്ങളുടെ വിഷയങ്ങൾ? കാരണം നിങ്ങൾ മലയാളം പ്രാർത്ഥിച്ച് ആർക്ക് മനസ്സിലായി? പുള്ളിക്ക് മനസ്സിലായി ഇവർ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം തടയാൻ പറ്റുമോ അത്രമാത്രം തടയാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അന്യഭാഷ പറഞ്ഞങ്ങോട്ട് ആ പ്രാർത്ഥന വിഷയം അന്യഭാഷയിൽ അങ്ങോട്ട് തുടങ്ങുമ്പോഴോ പുള്ളിക്ക് പിടികിട്ടത്തില്ല. വേഗത്തിൽ മറുപടി ലഭിക്കാൻ പോവാം. The name of Jesus. The name of Jesus. ഒരു വാളിങ്ങനെ വീശു കർത്താവോ എന്നെ കാണിക്കുന്നത്. മനസ്സിലായോ? ഒരു മൂർച്ചയെ ഒരു വാളിങ്ങനെ, ഒരു വാൾ അന്യഭാഷ കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുള്ള ദൂതം. ഹല്ലേലൂയ. സോ നമ്മൾ ഇതിന് പ്രാർത്ഥിക്കാൻ പോകാം. സോ ബൈബിൾ സേ വി പ്രേ ഇൻ ദ സ്പിരിറ്റ് അല്ലേ.
So we pray in the Spirit. Remember, Ephesians chapter, എനിക്കൊന്ന് എഫേസ്യർ 6 തോന്നുന്നു. Paul say എന്താ പൗലോസ് എന്താ പറയുന്നത്? Let all prayer be in the Spirit. So prayer be in the Spirit എന്ന് പറഞ്ഞാൽ അന്യഭാഷയല്ല. നമുക്കൊരു തെറ്റുകാരനുണ്ട്, prayer be in the Spirit എന്ന് പറഞ്ഞാൽ അന്യഭാഷയിലോ. Prayer അത് അന്യഭാഷയല്ല, അത് നമ്മുടെ ലാംഗ്വേജ് ആക്ച്വലി, സാധാരണ ലാംഗ്വേജാണ്. പക്ഷെ അത് ആരോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് ഉദ്ദേശിച്ചത്. ലെറ്റ് ഓൾ പ്രയർ ബി ഇൻ ദ സ്പിരിറ്റ്. അത് അന്യഭാഷയല്ല, സ്പിരിറ്റിൽ പ്രാർത്ഥിക്കണം. അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയാണ്, നമ്മൾ മലയാളത്തിലല്ല ഇംഗ്ലീഷ് പ്രാർത്ഥിക്കുകയാണ്, ആ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി അന്യഭാഷയുടെ പറയണം. പരിശുദ്ധാത്മാവാണ് നമ്മളോട് സഹായിക്കുന്നത്. സ്പിരിറ്റില് പ്രാർത്ഥിക്കണം. സ്പിരിറ്റില് നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം അങ്ങോട്ട് അന്യഭാഷ പഠിക്കാറാൻ പാടില്ല, ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് വ്യത്യാസവും. അത് ആരേറ്റെടുത്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു, ആത്മാവ് ഏറ്റെടുത്തു. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ഡ്രൈനസ് ആയിരിക്കും. പക്ഷെ 2 അന്യഭാഷകൾ പറഞ്ഞു നോക്കി, ആരേറ്റെടുക്കും? ദൈവാത്മാവ് ഏറ്റെടുക്കും. അതാണ് പൗലോസ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പോൾ സ്പിരിറ്റിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. സ്പിരിറ്റിൽ പ്രാർത്ഥിച്ചെന്ത് ചെയ്യും? അത്ഭുതം നടക്കും. അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അത്ഭുതം നടക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നാം, കൊച്ചിയിൽ ഒരു വിൽക്കാത്തൊരു ഭവനം, 2-3 നില വീടാണ്, അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ബ്രദർ എന്ന് തന്നെ വിളിയാ, പാസ്റ്റർ നാട്ടിലോട്ട് വരും. ഞാൻ ചെന്ന വിഷയം, ഞങ്ങളുടെ വീട് വിട്ടു പോകുന്നില്ല, അങ്ങനെ കിടക്കുക, ഫ്ലാറ്റാന്ന്. അപ്പൊ ഞാനന്ന് എല്ലാ വർഷം ചെല്ലുന്നതാണ് അറിയാം, കാരണം നമുക്ക് ഗൾഫിൽ നിന്ന് പോകാൻ എളുപ്പമാണല്ലോ. അപ്പൊ ഞാൻ അവരുടെ ഡേറ്റ് കൊടുത്തു, ഇന്ന ഡേറ്റ് ഞാൻ വരുന്നുണ്ട്. പുള്ളി കൊച്ചി എയർപോർട്ടിൽ വന്ന് നിൽക്കുമോ എന്നെ കാത്ത്. എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതിയെന്നേ, ഞങ്ങൾ ഈ വീട്ടിൽ പോകണം. പുള്ളി പറഞ്ഞു, ഞാൻ കൊണ്ടുവിടാന്ന്. അങ്ങനെ അദ്ദേഹമായിട്ട് ആ ഭവനത്തിൽ ചെന്നു. നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്, അമ്പലമുണ്ട്, വിഷയതാണ്. അവിടെ ചെന്നു, ബിൽഡിങ്ങിനകത്തോട്ട് ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു. അന്യഭാഷ പറഞ്ഞു. ആരിറങ്ങി വന്നു? ദൈവസ്ഥാനത്ത് ഇറങ്ങി വന്നു. ആ പുള്ളിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇത്രേ ഉള്ളൂ, വിടുതലായി, പോയേക്കാന്ന് പറഞ്ഞു. പ്രവചനമൊന്നുമില്ല, ദൂതൊന്നുമില്ല. ദൈവസ്ഥാനത്തിൽ വന്നപ്പോഴേ മനസ്സിലായി, കെട്ടുപൊട്ടിയെന്ന് മനസ്സിലായി. നേരെ വീട്ടിൽ പോയി. ഞാൻ പിന്നെ എൻ്റെ വഴിക്ക് പോയി, പുള്ളിയുടെ വഴിക്ക് പോയി. 3-ാം മാസം ആകുമ്പോഴത്തേക്ക് അത് കച്ചവടമായി. ആ വീട് കച്ചവടമായി. അപ്പം ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വരണം. മനസ്സിലായോ? നമ്മുടെ വിഷയത്തിൽ മേൽ ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വരണം. അത് അന്യഭാഷയിലാണെങ്കിൽ അന്യഭാഷയിൽ പറയുമ്പോൾ ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വരണം. എന്തോ അന്തരീക്ഷം മാറും, എല്ലായിടത്തും അന്തരീക്ഷം മാറും. അന്യഭാഷയിൽ തുടങ്ങി നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ചർച്ചിലായിക്കോട്ടെ, പേഴ്സണൽ പ്രയറിലായിക്കോട്ടെ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് പഠിക്കുക. ഈ ദിവസങ്ങളിൽ അന്യഭാഷ പറയും. കാരണം അന്യഭാഷ ഇല്ലാതായിക്കൊണ്ടിരിക്കുക സഭകളിൽ. പേഴ്സണൽ പ്രയർ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അന്യഭാഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. Thank you, Jesus. So when we are now groaning and groaning the Spirit, we are literally, it takes over our body, അല്ലേ? അതുപോലെ and prayer through us with the groaning you cannot. അതാണ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം നമ്മളെ പ്രാർത്ഥന. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക്, ഞാൻ ഒരു ദേശത്തോടെ ആയിരിക്കും ചെല്ലുന്നത്, എല്ലാ വിഷയം പ്രാർത്ഥിക്കാൻ പറ്റും. ഇരിക്കുമ്പോൾ ദൈവാത്മാവ് സംഭവിക്കുന്നില്ല. അതിനെ ഗ്രോണിംഗ് എന്ന് പറയുന്നത്. അതിനാണ് പ്രയർ. എന്താണ് നമ്മൾ പറയുന്നത്? ഈ ആത്മാവിന്റെ ഗൈഡൻസുള്ള പ്രാർത്ഥന. അവിടെ ചെന്നിരിക്കുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ വിഷയം പ്രാർത്ഥിക്കേണ്ട, ഈ വിഷയം പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ അതിനു വേണ്ടിയാണ് ജാഗരിക്കുന്നത്. ബാക്കിയെല്ലാം മറന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രയർ റിക്വസ്റ്റ് പറയും, എല്ലാവരും പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആർക്കും മറുപടി കൊടുക്കുക, പ്രാർത്ഥിക്കാന്ന് പറയത്തില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി.
പ്രാർത്ഥിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിച്ചെങ്കിൽ അതിനകത്ത് വിടുതലുള്ളൂ. വെറുതെ എത്ര ജലത്തിൽ പ്രാർത്ഥിച്ചാലും നിങ്ങൾ നോക്കിയാൽ, നിങ്ങളൊരു ലിസ്റ്റ് വെച്ച് 10 പ്രാർത്ഥനാ വിഷയം നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റും? എന്നാൽ ആത്മാവിൽ എന്നിരുന്ന് വൈകിയേ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാലും പ്രാർത്ഥന തീരത്തില്ല. ശരിയല്ലേ? നമ്മൾ ജഡത്തിലിരുന്നാലോ 10 വിഷയം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടൈം തീരും, അല്ലെങ്കിൽ നമുക്ക് മടുപ്പാവും, നമ്മുടെ പ്രാർത്ഥനാ വിഷയം കഴിയും, നമ്മുടെ പ്രാർത്ഥനയും കഴിയും, എല്ലാം കഴിയും. പക്ഷെ ആത്മാവിൽ ഒരു വിഷയത്തിനോട് ഇരുന്ന് നോക്കിയും മണിക്കൂറോടെ ഇരിക്കാൻ പറ്റും ചിലപ്പോൾ. അതാണ് നമ്മൾ ആത്മാവിനെ പരിശുദ്ധാത്മാവിന് വേണം ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സമയം കഴിഞ്ഞു. നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞ 3 ടങ്സ് ഉണ്ട്. നമ്മുടെ വിഷയം അതാണ്, 3 ടങ്സ് ഉണ്ട്. 1 മനുഷ്യന്റെ ലാംഗ്വേജിൽ ടങ്സ് ഉണ്ട്. 2 ദൈവത്തോട് അല്ലേ മർമ്മം സംസാരിക്കുന്നുണ്ട്, ദൈവമായിട്ട് സംസാരിക്കുന്നത്. 3 ഇന്റർപ്രിട്ടേഷൻസ്, അത് പ്രവചനത്തിന് തുല്യമാണ്. ഇന്റർപ്രിട്ടേഷൻസ് ആ ടങ്സ് പറയുമ്പോൾ ഇന്റർപ്രിട്ടേഷൻസ് ചോദിക്കണം. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ആ 3ാമത്തെ ടങ്സ് പ്രാക്ടീസ് ചെയ്യാൻ പോവാം. അല്പസമയം നമ്മൾ ഇതിൽ നിന്നൊരു വർഷിപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് അന്യോന്യം നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്പസമയം അന്യഭാഷ പറഞ്ഞിട്ട് ആ കൂടെ നിർത്തി ദൈവത്തോട് ചോദിക്കണം. ഈ പലരും അന്യഭാഷ എങ്ങനെയാണെന്നറിയോ, തുടങ്ങി കഴിഞ്ഞ് പിന്നെ സ്റ്റോപ്പ് ആക്കത്തില്ല. അങ്ങനെയല്ല, അന്യഭാഷ എന്താണ്? ഒരു ഭാഷയാണല്ലേ. നമ്മൾ ദൈവത്തോടാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഭാഷ പോലെയല്ല സംസാരിക്കേണ്ടത്. അപ്പം നിർത്തി വേണം ചോദിക്കാൻ. ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ 2 വാക്ക് പറഞ്ഞു, 3 വാക്ക് പറഞ്ഞു, നിർത്തുന്നു, സ്റ്റോപ്പ് ചെയ്യണം. ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവത്തോട് ചോദിക്കണം, എന്താണ് മറുപടി വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം വല്ലതും ഉണ്ടോ ചോദിക്കണം. നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് പഠിക്കണമെന്ന്, അങ്ങനെ പ്രാക്ടീസ് പഠിക്കണം. മനസ്സിലായോ? ഞാൻ യഹോവ നിസ്സി, എന്റെ അർത്ഥം എന്തോ? വെള്ളക്കൊടിയെ കളിച്ചിട്ടുണ്ട്. യഹോവ നിസ്സി വാക്യമുണ്ടോ? നമ്മൾ പറയുന്നതിന്റെ വാക്യം ബേസ് ഉണ്ട്. ടച്ച് ആത്മസാന്നിധ്യം വരുന്നത് അല്ലേ? ഹല്ലേലൂയ. ഭയങ്കര സാന്നിധ്യം. എനിക്ക് ഭയങ്കര നിർത്താൻ തോന്നുന്നില്ല, ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഭയങ്കര സാന്നിധ്യം. ശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഒരു നിമിഷം ഞാൻ എന്താ പറയുക, എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയാവുന്ന രീതിയിൽ എൻ്റെ ഭാഷ പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ വ്യാഖ്യാനിക്കണം കേട്ടോ. പറയാം, നിങ്ങൾ എഴുന്നേറ്റു, ദിവസത്തിന് എഴുന്നേറ്റു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റു. ഇപ്പം സമയം എൻ്റെ ഭാഷ പറയാം. നമ്മൾ നിർത്താതെ അടിച്ചുവിട്ട് പോയതോ, നിർത്തി സംസാരിക്കും. ഭാഷ പറയുന്നത് ഏത് ഭാഷ ആയിക്കോട്ടെ, നിർത്തി. ഇന്ന് രാത്രി ചിലർക്ക് ഹീബ്രു സംസാരിക്കുമ്പോൾ ചിലർ കർത്താവ് പറയുന്ന ഹീബ്രു ഒക്കെ നിങ്ങളെ വായിക്ക് തരാൻ പോകും. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. പണ്ടൊരു ദൈവാസന ഇവിടെ ഇന്ത്യൻ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്താണ്, ഒരു കൃഷിക്കാരനിരുന്ന് അന്യഭാഷ പറയുന്നു. അപ്പോൾ UK ഭാഷ പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് ആണല്ലോ. കൃഷിക്കാരൻ, നമ്മുടെ നാട്ടിലെ കൃഷിക്കാരന് ഫ്രഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ പാസ് പറഞ്ഞു, പുള്ളി ഒരു കൃഷിക്കാരൻ, അപ്പോൾ ആ പുള്ളിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി പറഞ്ഞു, നോ, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ചാണ്, എനിക്ക് ഫ്രഞ്ച് അറിയാം. പുള്ളി ഫ്രഞ്ച് പഠിച്ചിട്ടുള്ള ആളാണ്, ഫ്രഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഭാഷകൾക്ക് വ്യത്യാസമാവുന്നു. ചിലർക്ക് ദൈവം ഹീബ്രു തരാൻ പോവാം. ഹല്ലേലൂയ. ചിലർക്ക് വ്യാഖ്യാനം തരാൻ പോവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷയങ്ങൾ ഹൃദയത്തിൽ കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങൾ എന്തിലാണ് ഭാരപ്പെടുന്നത്, ആ വിഷയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരണം. അല്ലേ? വെറുതെ അന്യഭാഷ പറയരുത്. നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അത് അന്യഭാഷ പറയണം. പിശാചുകാരെ, ഇന്ന് പിശാചുകാരെ, ഇന്ന് ഡീമൻസുകാരെ, ഇന്ന് അവർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് അവന്മാർ എന്നെ കാണിക്കുന്നത് അവൻ്റെ തലമുടിയൊക്കെ പിച്ച് ചെയ്തു. മനസ്സിലായോ? അവർ ഭ്രാന്ത് പിടിച്ചിരിക്കുക. മനസ്സ് അങ്ങനെ വെളിപ്പാട് ചെയ്യാൻ കാണിക്കുക. അവന് മനസ്സിലാകുന്നില്ല എന്താ കാണിക്കാൻ പോകുന്നത്. ചില ആഭിചാരങ്ങൾ കഴിക്കാൻ പോവാം. പ്രൈസ് ഗോഡ്. ചില ആഭിചാരങ്ങൾ കഴിക്കാൻ പോവാം. കോഴിയൊക്കെ കൊന്നുകൊണ്ട് ആഭിചാരങ്ങൾ കഴിക്കാൻ പോകുക. ജീസസ് അവിടെ പറഞ്ഞ അന്യഭാഷയ്ക്ക് അത് ഭയങ്കര വിടുതലേ ആവരിക്കാൻ പോകും. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് അടുത്ത നമുക്ക് 8:30 അടുത്തൊരു 15 മിനിറ്റ് അതിനുവേണ്ടി വേർതിരിക്കുകയാണ്. അതിനുശേഷം
15 മിനിറ്റ് നമ്മൾ വ്യാഖ്യാനിക്കുവാൻ, നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ പറയുവാൻ ഞാൻ സമയം തരാൻ പോവാം. ഓരോരുത്തരും പറയണം, ദൈവം ഇന്ന് എന്നോട് ഇന്ന രീതിയിൽ സംസാരിച്ചു, ഇന്ന് തന്നെ കാണിച്ചു, ഇന്ന വിടുതൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇത് എക്സ്പീരിയൻസ് ആക്കാൻ പോവാം. കാരണം ഈ സഭ അതിനു വേണ്ടിയാണ്. ഞാൻ പറയില്ലേ, ഈ സഭ അതിനുവേണ്ടി ദൈവം തുറന്ന് വെച്ചിരിക്കുന്നു. ഒന്ന്, നമ്മുടെ ക്രമാവരങ്ങൾ ജ്വലിപ്പിക്കാൻ വേണ്ടി. 2, നമ്മളെ വളരുവാൻ വേണ്ടി. 3, നമുക്ക് വിടുതലിന് വേണ്ടി. ഇങ്ങനെ പല രീതിയിലാണ് ദൈവം തുറന്നിരിക്കുന്നത്. അല്ല, ഇത് റിവൈവൽ എന്താണ്, പ്രയർ മീറ്റിംഗ് അല്ല, സാധാരണ ഒരു സഭാ മീറ്റിംഗ് അല്ല. അങ്ങനെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോരുന്ന പോരാ, അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി അല്ല ഇത്. ഇത് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുള്ള ശുശ്രൂഷയാണ്. അനേക അറബികൾ കടന്നു വരാൻ പോവാം, വിശ്വസിക്കുന്നു. അറബികൾ പറഞ്ഞാൽ മുസ്ലിങ്ങൾ കടന്നു വരാൻ പോവാണ്. ഹല്ലേലൂയ. ആഫ്രിക്കൻസ് കടന്നു വരും, അമേരിക്കൻസ് കടന്നു വരും. അത്ഭുതം നടക്കുന്നേ. ഇവിടെ നടക്കാൻ പോവാം. ആംബുലൻസ് ജനത്തെ കൊണ്ടുവരുമെന്ന്. നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ആംബുലൻസ് ജനോട് വരുമെന്ന്. ഇതിനാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആംബുലൻസ് വരാൻ പോവാം. നിങ്ങൾ നോക്ക്, ന്യൂസ് പേപ്പറിൽ വരാൻ പോവാം. ഇവിടെ തീ ഇറങ്ങിയെന്ന് ന്യൂസ് പേപ്പറിൽ വരാൻ പോവാം. ഹല്ലേലൂയ. ന്യൂസ് പേപ്പറിലെ മണ്ടയ്ക്ക് അതാ ഫ്രണ്ടിലൊക്കെ വരാൻ പോവാണ്. ഇന്ന സ്ഥലത്ത് തീ ഇറങ്ങി. പക്ഷെ തീ കാണത്തില്ല. ആരിറങ്ങി? പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന വരാൻ പോവാം. ന്യൂസ് വരാൻ പോവും. എന്നെ കാണിക്കും, BBC ഒക്കെ കാണിക്കുമോ ദൈവം? ഇതങ്ങ് വളരെ കേട്ടോ. ഇത് ഇവിടെ പിടിച്ചാൽ കിട്ടത്തില്ല. ഗാർലൻഡ് മുഴുവൻ, ഈ ഗാർലൻഡിലെല്ലാം ഭയങ്കര ക്രൗഡായിരിക്കും. ഈ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇവിടെ എല്ലാം ക്രൗഡായിരിക്കും. ഒരു പോലീസിന് വലിയ സന്നാഹം വേണ്ടി വരും ഇവിടെ. പ്രൈസ് ഗോഡ്. ജനത്തെ കൊണ്ടുവരുവാൻ ആംബുലൻസ് ജനത്തെ കൊണ്ടുവരാൻ പോകും. നമ്മൾ ബലം പ്രാപിച്ചാണ് നടക്കുന്നത്. നമ്മൾ വിടുതൽ പ്രാവശ്യം നടക്കും. നമ്മളത് ആ വിഷം നമുക്ക് കിട്ടിയാൽ ഇത്രയും പേര് മതിയെന്ന്. ഇത് നമ്മളൊന്ന് പ്രാപിച്ചെടുക്കുക. അതിനുവേണ്ടി ദൈവം നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുക. നമ്മളൊന്ന് പ്രാപിച്ചെടുക്കുക. സിസ്റ്റർ ഒന്ന് കൈ തുറന്നേ. ഈ തീയാട്ട് പോവും, അങ്ങോട്ട് പോകും. എവിടെയാ? കത്തിരി യേശുവിന്റെ നാമത്തിൽ തീയാട്ട്